നല്ല എസ്തെറ്റിക് ആയിട്ട് നോട്ട്ബുക്ക് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുപോലെ കവർ ചെയ്യുന്ന ഒരു ഐഡിയ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറെ രീതിയാണ് കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു പിക്ചറുകൾ ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ വരച്ചെടുത്തിരിക്കുകയാണ്. അത് തെറ്റിപ്പോവാതിരിക്കാൻ പെട്ടെന്ന് വരച്ചെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് സ്കെച്ച് കൊണ്ടൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവാം. അപ്പോൾ പെൻസിലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് വരച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സ്കെച്ചും കൊണ്ട് അതിനുള്ള മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പാറ്റേൺ ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഐഡിയ കിട്ടും. അത് നോക്കി വരയ്ക്കുവോ ട്രേസ് എടുക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യമേ തന്നെ പറയാം, കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ അത്. പിന്നെ ഈ പേപ്പേഴ്സ് ഒക്കെ ഞാൻ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുള്ളതാണേ. പിന്നെ ഈ ബട്ടർഫ്ലൈയുടെ പേപ്പർ, ഇത് നമുക്ക് ട്രേസ് എടുത്ത് വരയ്ക്കാവുന്നുള്ളൂ, അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ വരയ്ക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ആദ്യം കളർ ചെയ്യുന്നത്. ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും മൂടി ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഈ പോളിത്തീൻ കവർ ഇല്ലേ അതായാലും എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഇതുപോലെ കുറച്ച് കളറുകൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരല്പം വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം ആ വെള്ളം തന്നെയുള്ള സ്ഥലത്ത് ആ ബ്രഷ് പെന്നില്ലേ ഏത് കളറാണോ നമ്മൾ വരച്ചു കൊടുത്തത് അതുകൊണ്ട് ജസ്റ്റ് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മഷി പതുക്കെ സ്പ്രെഡായിട്ട് വന്നോളൂ കേട്ടോ. ഞാനൊരു ഡബിൾ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ആദ്യം പേസ്റ്റൽ കളർ ഒരു ബ്ലൂവും ഒരു വയലറ്റും കൊടുത്തു. പിന്നെ ഞാനൊരു ഗ്രീനും പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു പർപ്പിൾ ഉണ്ട്, അതാണ് കൊടുത്തേട്ടോ. പിന്നെ ഇത് കുറച്ച് വലിപ്പമുള്ള സ്കെച്ച് പേനയുടെ മൂടിയായിരുന്നു. അതിന്റെ പുറകിലുള്ള ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തതാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ ഡോട്ടില്ലേ, ചെറിയ ഡോട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കളറിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ബട്ടർഫ്ലൈസിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. എല്ലാം പേസ്റ്റൽ കളറിലാണ് കളർ ചെയ്യുന്നത്, എന്നാലാണ് അതൊരു എസ്തെറ്റിക് ലുക്ക് വരുള്ളൂ. ഇതൊക്കെ പതുക്കെ മൊബൈൽ ഫോണിൽ വെച്ചിട്ടായാലും ഒന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ ശ്രദ്ധിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, നല്ല മെനക്കെട്ട പണിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ അടിച്ചു കൊടുക്കാം. ഇത് സ്പേസ് തീമാണ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തീമാണിത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിന് കളർ ചെയ്യുമ്പം അതിൻ്റെതായ ഒരു കളറിൽ തന്നെ ചെയ്യണം. ഇത് നമ്മുടെ ഭൂമിയാണ് കേട്ടോ. അപ്പോൾ അതിനിതാ നമ്മൾ ബ്ലൂവും ഗ്രീനും കൊടുത്തു. ഇനി സണ്ണിന് നമ്മൾ യെല്ലോയും ഓറഞ്ചും കൊടുക്കുകയാണേ. ബാക്കിയെല്ലാം ഓരോ മാച്ചിങ് കളറിൽ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഓരോ പാറ്റേണും 2 പേപ്പർ വീതം വേണം കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ അത് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കളറിംഗ് ബുക്കുകളൊക്കെ ഇല്ലേ, അതിൽ നിന്ന് നല്ല നല്ല പിക്ചറുകളൊക്കെ നോക്കിയിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ട് ഓരോ പാറ്റേൺ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമ്മുടെ പാറ്റേൺ പേപ്പറിൽ ഒരു ചെറിയ സൈഡ് ആ വൈറ്റ് ഉള്ളതില്ലേ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത സൈഡിൽ പശ തേച്ചിട്ട് മറ്റേ പേപ്പർ അതിന്റെ മുകളിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. 200 പേജിന്റെ ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തുമ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ഒരു ബുക്ക് പൊതിയാനുള്ള ഒരു പേപ്പറായി കിട്ടിയില്ലേ, 2 ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ. ഇനി നമ്മൾ എങ്ങനെയാണോ സാധാരണ പൊതിയുന്നത് ആ രീതിയിൽ നമുക്ക് ആ ബുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം, പക്ഷെ വല്ല വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കളർ അടിച്ചതല്ലേ, ഒന്ന് സ്പ്രെഡായിന്നിരിക്കും. ഇനി നമുക്ക് നമ്മുടെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ പേരൊക്കെ എഴുതി കൊടുത്തോട്ടോ. പിന്നെ ഇതുപോലുള്ള ട്രാൻസ്പെറന്റ് ഷീറ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ബുക്ക് പൊതിയുന്ന റോള് തന്നെയാണ്. ഇനി ഇതുകൊണ്ടാണ് കേട്ടോ അടുത്തത് പൊതിയുന്നത്. അപ്പോൾ ഒരു ബുക്ക് തന്നെ നമുക്ക് 2 പ്രാവശ്യം കവർ ചെയ്യേണ്ടി വരും. ഈ റോള് കാണുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് പൊതിഞ്ഞോളൂ. നല്ല ഭംഗിയാണ് കേട്ടോ അത് പൊതിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട്. ബുക്കിന് നല്ല ഗ്ലേസിങ്ങും കിട്ടും. പിന്നെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ടും ഇരിക്കും കേട്ടോ. ശരിക്കും നമ്മൾ ചെയ്യുന്ന ഈ വർക്കിന് ഈ ട്രാൻസ്പെറന്റ് ഷീറ്റ് കൊണ്ട് പൊതിയുമ്പോഴാണ് കൂടുതൽ ഭംഗി വരുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പേര് എഴുതുന്നില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ ബാക്കിൽ ഞാൻ ക്ലിപ്പ് അടിച്ച് കൊടുത്തു, ഫ്രണ്ടിൽ ക്ലിപ്പ് അടിച്ചിട്ടില്ല. പേര് എഴുതിയിട്ടേ ഞാൻ ക്ലിപ്പ് അടിക്കുള്ളൂ. അങ്ങനെ ഫുൾ ബുക്ക് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബുക്ക് 200 പേജിന്റെ ആണ്, EVS ആണ്. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ അതിന് മാച്ച് ആയിട്ട് വരും. പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ ഒരു സൈഡ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കിൽ നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ കണ്ടു, അപ്പൊ എനിക്കത് അവിടെ കവർ ചെയ്യാൻ തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാറ്റേൺ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.